Welcome to BSc Complementary Physics. Semester 4's 22nd lecture, Unit 4, Spectroscopic Techniques. This is Unit 4 of BSc Complementary Physics. The unit name is Spectroscopic Technique, and two more units remain. Spectroscopic Techniques that we start today, 22nd session. And in this first session, we study what is called electromagnetic spectra. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയും. ഇത് നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കുറേ ഭാഗം. അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ കൂടിയുണ്ട് ആദ്യത്തെ കുറച്ച് പാർട്ടിൽ. അപ്പോൾ അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൂടിയാണ് ഇവിടെ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ദി entire range of electromagnetic radiations extending from gamma rays of very short wavelength to radio waves of very long wavelength is known as electromagnetic spectrum. The entire range of electromagnetic radiations extending from gamma rays of very short wavelength to radio waves of very long wavelength is known as electromagnetic spectrum. Visible spectrum is only a small region in the EM spectrum, electromagnetic spectrum. Radio waves, microwaves, infrared waves, visible light, ultraviolet rays, X-rays, and gamma rays are the various regions in the electromagnetic spectrum. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കംപ്ലീറ്റ് റേഡിയേഷൻസിനെ വിളിക്കുന്ന പേരാണ്, വൈദ്യുതകാന്തിക തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അത് ആരംഭിക്കുന്നത് ഗാമാ റേയിലാണ്, അവസാനിക്കുന്നത് റേഡിയോ വേവ്സിലാണ്. തിരിച്ചും പറയാം, പിന്നെ ഗാമാ റേസിന് എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്ത് ആണ്. പിന്നെ രണ്ടാമത് പറയുന്ന റേഡിയോ വേവ്സിലാണ് ഏറ്റവും കൂടിയ വേവ് ലെങ്ത്. അപ്പോൾ ഫ്രീക്വൻസി, ഇത് വേവ് ലെങ്ത് കൂടുന്ന കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഗാമാ റേ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഫ്രീക്വൻസി കൂടുന്ന കാര്യം വെച്ചാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഗാമാ റേസിന് ഏറ്റവും ഷോർട്ട് വേവ് ലെങ്ത് ആണെങ്കിൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ആയിരിക്കും. ഇപ്പോൾ ഫ്രീക്വൻസി കണക്കിലും ഗാമാ റേയുടെ പിന്നെ വേവ് ലെങ്ത് കണക്കിലും നമുക്ക് പറയാം. വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഗാമാ റേസിനാണ്, ഏറ്റവും കൂടുതൽ റേഡിയോ തരംഗങ്ങൾ റേഡിയോ വേവ്സിനാണ്. അപ്പോൾ വ്യത്യസ്തമായ വിഷ്വൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണിന് ഗോചരമായിട്ടുള്ള ലൈറ്റ്, ആ കാണുന്ന ലൈറ്റ് വിഷ്വൽ സ്പെക്ട്രം എന്ന് പറയും. അത് വളരെ കുറച്ച് റേഞ്ചിൽ മാത്രം വരുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു പാർട്ട് മാത്രം 4000 ആങ്സ്ട്രം ടു 7000 ആങ്സ്ട്രം, ഫ്രീക്വൻസി പറഞ്ഞാൽ 10⁻14 to 10⁻15 ഹെർട്സ്, ആ റേഞ്ചിൽ കിടക്കുന്ന ഒരു പ്രകാശ ഭാഗമാണ് വിഷ്വൽ സ്പെക്ട്രം. വിഷ്വൽ സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, യു വി റേസ് എന്ന് പറയും, യു വി റേസ്, എക്സ് റേസ് ആൻഡ് ഗാമ റേസ് ആർ ദി വേരിയസ് റീജിയൻസ് ഇൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ പ്രധാനപ്പെട്ട റീജിയൻസ്. നമുക്ക് നോക്കാം. ഓരോന്നിനെ കുറിച്ച് നമ്മളൊരു 2 സെൻറ്റൻസ് വെച്ച് എഴുതാറുണ്ട്. അതൊന്ന് പഠിച്ചോളാം നിങ്ങൾ. കാരണം ഏതെങ്കിലും ഒരു റേഡിയേഷൻ ചോദിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന കാര്യം പഠിച്ചാൽ മതി. നമ്പർ 1, റേഡിയോ വേവ്. അപ്പോൾ ഇത് ഏറ്റവും കൂടിയ വേവ് ലെങ്ത്തുള്ള തരംഗമാണ് ആദ്യം പറയുന്നത്, റേഡിയോ വേവ്. റേഡിയോ വേവ്സ്, the wavelength of radio waves is from a few meters to a few hundred meters. Radio and television transmitters produce radio waves and they can be detected by an aerial fitted to a radio set or television set. They are generated by LC circuits. ഇപ്പോൾ റേഡിയോ വേവ്സ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് LC സർക്യൂട്ട് വെച്ചിട്ടാണ്. നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കും, LC ഓസിലേറ്റർ എന്നൊക്കെ പറയും. The wavelength of radio waves is a few meter to a few hundred meters. ഏതാനും മീറ്റർ മുതൽ അനേകം മീറ്റർ വരെ റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്ത് വരാം. ഇപ്പം നമ്മൾ ആലപ്പുഴ നിലയൊക്കെ പറയുന്നില്ലേ, 442.2 മീറ്റർ, 442.2 മീറ്റർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്താണ്, വേവ് ലെങ്ത് ആണ് പറയുന്നത്. ഇപ്പം മീറ്റർ കണക്കിനാണ് ഈ റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്ത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഗാമാ റേസ് ഒക്കെ ആണെങ്കിൽ 0.001 ആങ്സ്ട്രമാണ് കേട്ടോ, വളരെ ചെറുതാണ്. ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ അറിയാലോ, 10⁻⁻10, അത് എത്രയോ ചെറുതാണ്. ഇതാകുമ്പോൾ
ഒരു 10 മീറ്റർ 400 മീറ്റർ 500 മീറ്റർ ഒക്കെ വരുന്ന തരംഗ ദൈർഘ്യമുള്ള വേവ്സാണ് റേഡിയോ വേവ്സ്. റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് റേഡിയോ വേവ്സ് ആൻഡ് ദേ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഏരിയൽ ഫിറ്റഡ് ടു റേഡിയോ. അപ്പോൾ റേഡിയോ വേവ്സും റേഡിയോ ടെലിവിഷൻ ട്രാൻസ്മിറ്റേഴ്സ് ഇവയിലെ റേഡിയോ വേവ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് റേഡിയോ ആണെങ്കിൽ ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്ത് പിടിക്കാം. ടെലിവിഷൻ അങ്ങനെ തന്നെയാണ്, ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻബിൽറ്റ് ആൻറ്റിന കാണും ടി വി സെറ്റിൽ. ദേ ആർ ജനറേറ്റഡ് ബൈ എൽസി സർക്യൂട്ട്സ്. അപ്പോൾ അത്രയാണ് നമ്മൾ റേഡിയോ വേവ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മൈക്രോവേവ്സ്. ഒരു ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയാണ് മൈക്രോവേവ്സ്. മൈക്രോവേവ് ഓവനിലൊക്കെ ഉപയോഗിക്കുന്ന തരംഗമാണ് മൈക്രോവേവ്സ്. ദേ ഹാവ് വേവ് ലെങ്ത് റേഞ്ച് ഫ്രം 1 സെൻറ്റിമീറ്റർ ടു 1 മീറ്റർ. അതാണ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. 1 സെൻറ്റിമീറ്റർ ടു 1 മീറ്റർ, 100 സെൻറ്റിമീറ്റർ. ദ ഫ്രീക്വൻസി റേഞ്ച് ഈസ് ഫ്രം 10⁹9. അത് റേസ്റ്റ് ഒന്ന് വായിക്കണേ, റേസ്റ്റ് എഴുതിയാൽ മതി. 10⁹9 ഹെർട്സ് ടു 3 × 10⁻11 ഹെർട്സ്. They are produced by electron oscillating in a cavity. They are used in radar, TV, television sets. Microwaves are used for the analysis of fine details of atomic and molecular structure. These waves can be sent in a particular direction because they are not diffracted by obstacles. അപ്പോൾ ഇതാണ് മൈക്രോവേവിൻ്റെ പ്രോപ്പർട്ടി. അവയുടെ വേവ് ലെങ്ത് 1 സെൻറ്റിമീറ്റർ മുതൽ, അതായത് 0.01 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ വരാം. ഫ്രീക്വൻസി റേഞ്ച് 10⁹9 ഹെർട്സ് മുതൽ 3 × 10⁻11 ഹെർട്സ് വരെ വരാം. പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോൺ ഓസിലേറ്റിംഗ് ഇൻ എ ക്യാവിറ്റി. ക്യാവിറ്റിയിൽ ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ദേ ആർ യൂസ്ഡ് ഇൻ റഡാർ, ടെലിവിഷൻ ആൻഡ് ടെലികാസ്റ്റ് സിസ്റ്റംസ്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. Microwaves are used in the analysis of fine details of atomic and molecular structure. Atomic structure, molecular structure പഠിക്കാനായിട്ട് മൈക്രോവേവ്സ് ഉപയോഗിക്കും. അതിന് നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്, അത് നമ്മൾ പഠിക്കാറുണ്ട്. ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ആറ്റമിക് സ്ട്രക്ചർ, മോളിക്കുലർ സ്ട്രക്ചർ എന്നിവ പഠിക്കാൻ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. കെമിസ്ട്രിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. പ്രത്യേകം ക്വസ്റ്റനായിട്ട് കെമിസ്ട്രി സ്റ്റുഡൻസ് പഠിക്കുന്നതാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഏതെങ്കിലും പേപ്പറിൽ. ദീസ് വേവ്സ് ക്യാൻ ബി സെൻഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ബിക്കോസ് ദേ ആർ നോട്ട് ഡിഫ്രാക്റ്റഡ് ബൈ ഒബ്സ്റ്റക്കിൾസ്. ഡിഫ്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഡിഫ്രാക്ഷൻ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ മൈക്രോവേവ് അത്ര പെട്ടെന്ന് ഡിഫ്രാക്ഷന് വിധേയമാകുന്ന റേസ് അല്ല. അപ്പോൾ അത് മൈക്രോവേവ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. അതിന് IR റേഡിയേഷൻ എന്ന് പറയും. IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ്. അപ്പം മൈക്രോവേവ് കഴിഞ്ഞാൽ വരുന്ന ഇൻഫ്രാറെഡ്, റെഡിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കുന്ന റേഡിയേഷനാണ് റെഡിൻ്റെ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആർ തെർമൽ റേഡിയേഷൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹീറ്റ്. വേവ് ലെങ്ത് ഓഫ് ദീസ് റേഡിയേഷൻസ് റേഞ്ച് ഫ്രം 10⁻³ മീറ്റർ ടു 7800 ആങ്സ്ട്രം. Remember, angstrom is 10⁻⁻10 meter. The frequency range is from 3 × 10⁻11 hertz to 4 × 10⁻14 hertz. Hot objects and sun emit infrared radiations. Glass is opaque to these radiations. So, to study the spectrum of these radiations, rock salt prisms and lenses are used. അപ്പോൾ ഇതാണ് ഇൻഫ്രാറെഡിൻ്റെ പ്രോപ്പർ കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഇൻഫ്രാറെഡ് റേസിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇത് ശരിക്കും ഹീറ്റ് റേഡിയേഷനാണ്. പ്രധാനമായിട്ട് ഹീറ്റ് റേഡിയേഷനാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ, തെർമൽ റേഡിയേഷൻ. അത് വേവ് ലെങ്ത് 10⁻³ ടു 7800 ആങ്സ്ട്രമിലാണ് ഉള്ളത്. ഫ്രീക്വൻസി ആണെങ്കിൽ 3 × 10⁻11 ഹെർട്സ് മുതൽ 4 × 10⁻14 ഹെർട്സ് വരെ റേഞ്ചാണ്. ഹോട്ട് ഓബ്ജക്ട്സ്, ചൂടുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ സൺ നല്ല ഒരു ഇൻഫ്രാറെഡ് റേ എമിറ്ററാണ്. ഗ്ലാസ് ഇതിന് ഒപ്പേക്കാണ്. സോ ടു സ്റ്റഡി ദ സ്പെക്ട്രം ഓഫ് ദീസ് റേഡിയേഷൻസ്, റോക്ക് സാൾട്ട് പ്രിസംസ്. ഇപ്പോൾ റോക്ക് സാൾട്ട് കൊണ്ടുള്ള പ്രിസംസാണ് ഇൻഫ്രാറെഡ് റേസ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ചില യൂസാണ്.
യൂസ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്. Since they are not absorbed by air or mist, they are used to take photographs of distant objects. ദൂരെയുള്ള വസ്തുക്കളുടെ ഫോട്ടോഗ്രാഫിക്ക് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിക്കും. കാരണം ഇവയ്ക്ക് സ്കാറ്ററിങ് കുറവാണ്. ഈ എയർ അല്ലെങ്കിൽ മിസ്റ്റ് ഈ റേസിനെ അബ്സോർബ് ചെയ്യില്ല. നമ്പർ 2, ഇൻ ദ മെഡിക്കൽ ഫീൽഡ് ദേ ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്, പാരാലിസിസ് എക്സെട്ര. ഇപ്പോൾ ഈ കുഴ തെറ്റിക്കിടക്കുന്ന ഈ എല്ലുകളുടെ സ്ഥാനഭ്രംശം സംഭവിച്ചാൽ അത് ചികിത്സിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ പാരാലിസിസ്, വാദസംബന്ധമായ തളർച്ച, അതൊക്കെ ചികിത്സിക്കാനായിട്ട് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിക്കാറുണ്ട്. ഈ റേഡിയേഷൻ വീട്ടിക്കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. നമ്പർ 3 ആണ്, ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. വ്യാവസായികമായിട്ട് ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ സീക്രട്ട് സിഗ്നലിംഗ് ആൻഡ് ബർഗ്ലർ അലാംസ്. രഹസ്യ സന്ദേശം അയക്കുന്നതിനും ബർഗ്ലർ അലാംസിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ കള്ളന്മാരൊക്കെ പിടിക്കാനുള്ള മണി അത് ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ ആയിരിക്കും, അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് 4ാമത്തെ ലൈറ്റ് ഓർ വിസിബിൾ റേഡിയേഷനാണ്. അതാണ് നമ്മൾ കാണുന്നത്, വസ്തുക്കളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. These are radiations which can excite the sensation of human retina. Wavelength of these radiations ranges from 7800 angstrom to 3800 angstrom. ഓർത്തിരിക്കാനായിട്ട് 7000 to 4000 ഓർത്താലും മതി കേട്ടോ. 7000 to 4000 അങ്ങനെ ഓർത്താലും മതി. ആൻഡ് ഫ്രീക്വൻസി ഫ്രം 4 into 10⁻14 to 8 into 10⁻14. അല്ലെങ്കിൽ ഒരു റേഞ്ച് പറയുന്നത് 10⁻14 to 10⁻15 എന്നാണ് പറയുന്നത്. 8 നമ്മൾ കറക്റ്റ് ചെയ്താൽ 10 കിട്ടുമല്ലോ. 10 into 10⁻14 10⁻15. 4 കറക്റ്റ് ചെയ്യുമ്പോൾ 1 ആയിട്ട് പറയാം. അപ്പോൾ 10⁻14 to 10⁻15. വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയുമ്പോൾ അത് 10⁻14 to 10⁻15 എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 10⁻14 എന്ന് പറയാൻ കേട്ടോ. കാരണം നോക്കിക്കേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ട് 2ലും വന്നിരിക്കുന്നത് 10⁻14 ആണ്. അപ്പോൾ അതാണ് ആ റേഞ്ച്. ഒരു റേഞ്ചാണ് എപ്പോഴും ഈ ഫ്രീക്വൻസി. അല്ല കൃത്യമായിട്ട് വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് എന്ന് ചോദിച്ചാൽ 10⁻14 എന്ന് പറയാനാവില്ല. നമുക്ക് റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റേഞ്ച് പറയുകയാണെങ്കിൽ അത് ഇവിടെ 4 into 10⁻14 ഹെഡ്സ് ടു 8 into 10⁻14 ഹെഡ്സ് ആണ്. അല്ലെങ്കിൽ 10⁻14 to 10⁻15 ഹെഡ്സ് ആണ്. എക്സാക്റ്റ് ആയിട്ട് ഒരു ഫ്രീക്വൻസി പറയുക ഒരു റേഡിയേഷന് പറ്റുന്ന കാര്യമല്ല. ഇനി നമുക്ക് അങ്ങനെ ഒരു ഓർത്തിരിക്കാനുള്ള സമയത്തിന് വേണ്ടി 10⁻14 എന്ന് ഇവിടെ പറയാം. There are mainly 7 colors wavelength in this part of the spectrum. They are produced by the excitement of atoms and molecules. അപ്പോൾ 7 വർണ്ണങ്ങളാണ് ഈ വിസിബിൾ ലൈറ്റിൽ ഉള്ളത്. വിബ്ജിയോർ എന്ന് പറയും. വിബ്ജിയോർ അത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ റേസ് റേഡിയേറ്റ് ചെയ്യും. ഒരു ക്യാൻഡിൽ കത്തുമ്പോൾ, ഒരു ബൾബ് ഫിലമെൻ്റ് എക്സൈറ്റ് ചെയ്യുമ്പോഴൊക്കെ വിസിബിൾ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട റേഡിയേഷനാണ് യു വി റേഡിയേഷൻ. നിങ്ങൾ ഒത്തിരി കേട്ടാണ് യു വി റേഡിയേഷൻ. ദ സൺ, സ്പാർക്സ്, മെർക്കുറി ലാംപ്സ് ആൻഡ് വെരി ഹോട്ട് ഒബ്ജക്ട്സ് ആർ source of ultraviolet radiations. The range of wavelength is from 0.4 micrometer to about 1 nanometer. Ultraviolet radiations produce vitamins in the skin and cause suntan. And overexposure to these radiations, especially in the short wavelength region, is harmful. Glass is opaque to ultraviolet radiations, whereas quartz is transparent. Fluorescent materials absorb ultraviolet radiations and radiate as visible light. Photoelectric devices and photographic films detect ultraviolet radiations. അപ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ഒരു സാമാന്യ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. സൺ, അതുപോലെ സ്പാർക്ക് അല്ലെങ്കിൽ ആർക്കുകൾ, മെർക്കുറി ലാമ്പുകൾ, വെരി ഹോട്ട് ഓബ്ജക്ട്സ്, ഇവയെല്ലാം അൾട്രാവയലറ്റ് റേഡിയേഷൻ പുറപ്പെടുവിക്കും. അപ്പോൾ ഹോട്ട് ഒബ്ജക്റ്റ് അൾട്രാവയലറ്റും പിന്നെ ഇൻഫ്രാറെഡും പുറത്തേക്ക് വിടും. സൺ എല്ലാ റേഡിയേഷൻ്റെ എമിറ്ററാണ്, എല്ലാ റേഡിയേഷൻ്റെയും. ദ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഈസ് ഫ്രം 0.4 micrometer to about 1 nanometer.
0.4 മൈക്രോമീറ്റർ മുതൽ 1 നാനോമീറ്റർ. 1 നാനോമീറ്റർ അറിയാമല്ലോ, 10⁻⁹ മീറ്റർ. അതാണ് വേവ് ലെങ്ത് റേഞ്ച്. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് വൈറ്റമിൻസ് ഇൻ സ്കിൻ ആൻഡ് കോസ് സൺ ടാൻ. ഈ റേസ് നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. ഇക്കാലത്ത് ഈ കൊറോണ കാലത്ത് പറയുന്നതാണല്ലോ വൈറ്റമിൻ ഡിയുടെ അഭാവം പരിഹരിക്കാൻ രാവിലെയുള്ള വെയിൽ കൊള്ളുക എന്ന് പറയത്തില്ലേ. വൈറ്റമിൻ ഡി നമ്മുടെ അതുകൊണ്ടെങ്കിലാണ് ശരീരത്തിൻ്റെ പ്രിവെൻറ്റീവ് പവർ കൂടുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് സൺ ടാൻ ഉണ്ടാക്കും. അതായത് തൊലിക്ക് ഒരു കറുപ്പ് നിറം കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു 10-15 മിനിറ്റ് എക്സ്പോഷർ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഈ സൺ ടാൻ ഉണ്ടാകും. An overexposure of these radiations, especially in short wavelength region, is harmful. കൂടുതൽ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് പിന്നാൽ കരുവാളിപ്പുണ്ടാകും. ഇപ്പോൾ ചെടികളൊക്കെ എക്സ്ട്രീം സണ്ണിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ തന്നെ പറയാറില്ലേ, നമ്മൾ വെയിലത്ത് കൂടുതലായിട്ട് കൊള്ളരുത്, ഉച്ച സമയത്ത് അത് ഹാർംഫുൾ ആണെന്ന് പറയാറുണ്ട്. അതിന് കാരണം ഈ അൾട്രാ വയലറ്റ് റേഡിയേഷനാണ്. Glass is opaque to ultraviolet radiations, whereas quartz is transparent. Fruits and materials absorb ultraviolet radiations and re-radiate visible light. ഫ്ലൂറസൻസിൻ്റെ ഒരർത്ഥം കൂടിയാണ്. ഫ്ലൂറസൻസ് എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് പുറത്തേക്ക് വിടുന്നതാണ്. തിരിച്ച് പുറത്തേക്ക് വിടുമ്പോൾ വേവ് ലെങ്ത് മാറാം. ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസസ് ആൻഡ് ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ഡിറ്റക്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. ഇവ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഡിവൈസും അതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിംസും ഉപയോഗിക്കാറുണ്ട്. അടുത്ത് വരുന്നതാണ് എക്സ്റേസ്. അടുത്ത കാറ്റഗറി എക്സ്റേസ് ആണ്. എക്സ്റേസ് ഹാവ് വേവ് ലെങ്ത് റേഞ്ചിങ് ഫ്രം 1 നാനോമീറ്റർ 10 ആങ്സ്ട്രോം to 1.01 നാനോമീറ്റർ 10⁻⁴.1 ആങ്സ്ട്രോം. എക്സ്റേസ് ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്റേ ട്യൂബ്സ്. ഇപ്പോൾ കൂളിഡ്സ് ട്യൂബ് പോലെയുള്ള ഗ്യാസ് ട്യൂബ് പോലെയുള്ള ഡിവൈസുകളാണ് എക്സ്റേ നിർമ്മിക്കുന്നത്. They can be detected by photographic films. They are harmful to living tissues. X-rays find wide application in science, technology and medicine. അപ്പോൾ എക്സ്റേ ഡിറ്റക്ട് ചെയ്യാൻ ഫോട്ടോഗ്രാഫിക് ഫിലിം നമുക്കറിയാമല്ലോ. എക്സ്റേ സ്പെക്ട്രോഗ്രാഫി അല്ലെങ്കിൽ രോഗനിർണയത്തിന് റേഡിയോഗ്രാഫി, ഇപ്പോൾ ഫ്രാക്ചർ കണ്ടുപിടിക്കാനായിട്ട് എക്സ്റേ ഫോട്ടോ എടുക്കാറുണ്ട്. ദേ ആർ ഹാർംഫുൾ ടു ലിവിങ് ടിഷ്യൂസ്. എന്നാൽ ജീവകോശങ്ങൾക്ക് ഇത് ഹാർംഫുള്ളാണ്. അതുകൊണ്ട് ഒരാൾ എക്സ്റേ എടുക്കുമ്പോൾ അനേകം പ്രാവശ്യം എക്സ്റേ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലിവിങ് ടിഷ്യൂസിന് കുഴപ്പമുണ്ടാകും. അപ്പോൾ ഈ രോഗിയായി കഴിഞ്ഞാൽ നിരന്തരം എക്സ്റേ എടുക്കുന്നത് ഹാർംഫുള്ളാണ്. എക്സ്റേസ് ഫൈൻഡ് വൈഡ് ആപ്ലിക്കേഷൻസ് ഇൻ സയൻസ്, ടെക്നോളജി, മെഡിസിൻ. വൈദ്യശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ സയൻസിലും ശാസ്ത്രത്തിലുമൊക്കെ എക്സ്റേക്ക് വലിയ ആപ്ലിക്കേഷനുണ്ട്. ഈ ലാസ്റ്റ് വൺ ഈസ് ഗാമ റേസ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും ഷോർട്ട് വേവ് ലെങ്തുള്ള ഭാഗമാണ് ഗാമ റേസ്. ഹാവ് വേവ് ലെങ്ത് ലെസ് ദാൻ എക്സ്റേസ് ആൻഡ് ഹെൻസ് എക്സ്ട്രീംലി പവർഫുൾ. വളരെ ശക്തിയുള്ളതാണ് ഗാമ റേസ്. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് റേഡിയേറ്റ് ഗാമ റേസ്. ഇതിൻ്റെ പ്രധാന സോഴ്സ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. റേഡിയം, യുറേനിയം, തോറിയം പോലുള്ള വസ്തുക്കളാണ് ഈ ഗാമ റേസ് എമിറ്റ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ജെയ്ജർ അവിടെ മില്ലറല്ല, മുള്ളറാട്ടോ, മുള്ളർ. MU ആണ്. MU സ്പെല്ലിംഗ് ഇവിടെ മിസ്റ്റേക്കാണ്, നോക്കിക്കൊള്ളാം. ജെയ്ജർ മുള്ളർ കൗണ്ടർ. MU അല്ല ഇയർ കേട്ടോ, IA അല്ല, MU ആണ്. അത് പറയാനുള്ള പ്രയാസം കൊണ്ട് അറിയാൻ ഇരിക്കുന്നത്. ജെയ്ജർ മുള്ളർ എന്നാണ്. മുള്ളർ MU അല്ല ഇയർ. കൗണ്ടർ എക്സെട്ര ഡിറ്റക്ട് ദീസ് റേഡിയേഷൻസ്. ദീസ് റേസ് ആർ മോർ ഹാർംഫുൾ ദാൻ എക്സ്റേസ് ടു ലിവിങ് ടിഷ്യൂസ്. അപ്പോൾ ഗാമ റേസ് എക്സ്റേക്കാൾ ഹാർംഫുൾ ആണ് ലിവിങ് ടിഷ്യൂസിന്. ഇത് ജെയ്ജർ മുള്ളർ കൗണ്ടർ, GM കൗണ്ടർ എന്ന ഷോർട്ട് ഫോം. GM കൗണ്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്യാം. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അഫക്റ്റ് ചെയ്യും. റേഡിയോ ആക്റ്റീവ് വസ്തുക്കളാണ് ഇതിൻ്റെ സോഴ്സുകൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വേരിയസ് റീജിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്തുകൊള്ളണം. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ പരീക്ഷയ്ക്ക്. വാട്ട് ആർ മൈക്രോവേവ്സ്, ഗീവ് ദിയർ ആപ്ലിക്കേഷൻ ഓർ പ്രൊഡക്ഷൻ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ പാരഗ്രാഫ് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യനെല്ലാം പരീക്ഷയ്ക്ക് പ്ലെൻറ്റി ആയിരിക്കും. കാരണം സാധാരണ 35 ക്വസ്റ്റ്യൻസാണ് പിന്നെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, 35 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇന്നലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു മെയിൻകാരുടെ. അവർക്ക് 35 ക്വസ്റ്റ്യന് പകരം 44 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. 44 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സഫിഷ്യൻ. എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും എഴുതിയാൽ മതി എന്നായിരിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയില്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസാണ് ഈ കോവിഡിൻ്റെ പിന്നെ കാലത്ത് ചോദിച്ചത്. 35 ക്വസ്റ്റ്യൻ ചോയ്സ് ഉൾപ്പെടെയാണ് നേരത്തെ. ഇക്കുറി 44 ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ കുട്ടികൾ ഒക്കെ ഒരുപാട് ചോയ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പരീക്ഷ ചെല്ലുമ്പോൾ ഏതെങ്കിലും എഴുതിയാൽ മതി എന്നുള്ളത് എന്തെങ്കിലും എഴുതിയാൽ മതി എന്നാകുമെന്നറിയില്ല. അത് നമുക്ക് വാല്യൂഷൻ അറിയാൻ പറ്റും. അപ്പം ഇത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ പ്രധാനപ്പെട്ട റേസും അവയുടെ ഫ്രീക്വൻസിയും നമ്മൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല. നിങ്ങൾ ടേബിൾസ് ക്ലാസ് ടേബിൾ പരീക്ഷകളിൽ കൊണ്ടുപോകല്ലോ, അതിനകത്ത് ഇത് എല്ലാം കൊടുത്തിട്ടുണ്ട്. പേജ് 72 ടേബിൾസ് നോക്കിയാൽ മതി. ടേബിൾസിൽ പേജ് 72 നോക്കിയാൽ മതി. അവിടെ ഇതെല്ലാം ഭംഗിയായിട്ട് എഴുതിവെച്ചിട്ടുണ്ട്. ഈ നോക്കിയാൽ ഇവിടെ വിസിബിളിൻ്റെ വേവ് ലെങ്ത് 4000 മുതൽ 7000 എഴുതിയിട്ടുണ്ട്. ടേബിൾസ് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും. നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക. അത് 4 × 10⁻⁻7 to 7 × 10⁻⁻7 മീറ്ററായിരിക്കുന്നു. പിന്നെ ഫ്രീക്വൻസി റേഞ്ച് അവിടെ 10⁻14 മുതൽ 10⁻15 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 10⁻14 എന്നുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ 10⁻14 എന്ന് കൊടുത്തിരിക്കുന്നത്. വിസിബിളിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും വേവ് ലെങ്തും ഇൻക്രീസിങ് ഓർഡർ വേവ് ലെങ്ത് ഇരിക്കുന്നത്. ഗാമാ റേ, എക്സ്റേ, അൾട്രാവയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോ, റേഡിയോ വേവ്സ് ആ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻക്രീസിങ് വേവ് ലെങ്തിലാണ്, ഡിക്രീസിങ് ഫ്രീക്വൻസിയിലാണ്. വിസിബിളിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് 4000 ആംഗ്സ്ട്രം to 7000 ആംഗ്സ്ട്രമാണ്. പിന്നെ ഫ്രീക്വൻസി എബൌട്ട് 10⁻14 ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 × 10⁻14 to 8 × 10⁻14 റേഞ്ചിലാണ്. ഇതെല്ലാം പഠിക്കണം. അപ്പോൾ ഈ ടേബിൾ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ടേബിൾ, ക്ലാസ് ടേബിൾ, ആ ചെറിയ ഹാൻഡ് ബുക്ക് പരീക്ഷ ഹാളിൽ കൊണ്ടുപോകുന്നതാണല്ലോ, അതിൽ നോക്കിയാൽ കാണാം. പേജ് 72 ഓർത്തിരിക്കണം. അപ്പോൾ ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. ലിസ്റ്റ് ദി വേരിയസ് റീജിയൻസ് ഇൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അങ്ങനെ ചോദിക്കാം. അല്ല ചോദിക്കാം യു ഗീവ് ദി വേവ് ലെങ്ത് ലിമിറ്റ് ആൻഡ് ഫ്രീക്വൻസി ലിമിറ്റ് ഓഫ് വിസിബിൾ സ്പെക്ട്രം. അപ്പോൾ ഈ കാണുന്ന ഉത്തരം. അല്ല ചോദിക്കും യു കൺവേർട്ട്, ഇങ്ങനെ ചോദിക്കും. വിസിബിൾ സ്പെക്ട്രം വേവ് ലെങ്ത് ഈസ് 4000 ആംഗ്സ്ട്രം to 7000 ആംഗ്സ്ട്രം. ഫൈൻഡ് ദി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ പ്രോബ്ലമായിട്ട് ചെയ്യണം. അതായത് നമുക്കറിയാമല്ലോ സി ഈസ് ന്യൂ ലാംഡ, സി ഈസ് ന്യൂ ലാംഡ. അപ്പോൾ ന്യൂ കാണണമെങ്കിൽ C/λ എടുത്താൽ മതി. സി 3 × 10⁻8 ആണ്. ലാംഡ ആദ്യം 4000 എടുക്കണം. 4000നെ നമ്മൾ മീറ്ററാക്കി പറയണം. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഞാൻ ഈ പറയുന്നതെന്ന് കേട്ടോളാം കേട്ടോ. നമ്മളിവിടെ ചെയ്യുന്നില്ല അതൊന്നും. ഇതൊക്കെ +2 പഠിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ ഈ 4000 ആംഗ്സ്ട്രമിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ന്യൂ ഈ C/λ 3 × 10⁻8/λ 4000 × 10⁻⁻10. അത് ഭാഗിച്ചാൽ കിട്ടുന്നതാണ്. അത് ഭാഗിച്ചാൽ നമുക്ക് നിയർലി 10⁻14 15 എന്ന് കിട്ടും. അതുപോലെ അടുത്തത് 7000 വെച്ച് ചെയ്യണം. 3 × 10⁻8/7000 × 10⁻⁻10. അത് നമുക്ക് 10⁻14 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് പഠിച്ചുകൊള്ളണം. ടേബിൾസിന് സഹായത്താൽ ക്ലാർക്സ് ടേബിൾ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ഓർത്തിരിക്കുകയും ചെയ്യാം. ഇത് തന്നെ ഒരു ഫുൾ പേജായിട്ടാണ് ആ ടേബിൾസിൽ കൊടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് കൊണ്ടുപോകാവുന്നതാണ്. അത് റെഫർ ചെയ്യണം, പരീക്ഷയ്ക്ക് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതിൽ വാട്ട് ആർ മൈക്രോവേവ്സ് ഗിവ് പ്രോപ്പർട്ടീസ്, വാട്ട് ആർ ഇൻഫ്രാറെഡ് റേസ് ഗിവ് ആപ്ലിക്കേഷൻസ്, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് വിസിബിൾ ലൈറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പഠിച്ചുകൊള്ളണം. That is all. Thank you very much.